ഹലോ, ഇന്ന് നമ്മളൊരു റെസിൻ വർക്ക്, അതായത് റെസിൻ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ബേസ് ലെയർ ഒഴിക്കാൻ പോകണം. അപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത്ര ദിവസം നമ്മൾ ഷോർട്സ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ലോങ് വീഡിയോ എടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് ലോങ് വീഡിയോയ്ക്കുള്ളത് നോക്കുക. അപ്പോൾ ഇതൊരു സ്ക്വയറാണ് എൻ്റെ മോൾഡ്, കണ്ടില്ലേ? സ്ക്വയർ ഷേപ്പാണ്. അപ്പോൾ കുങ്കുമമാണ് ബേസായിട്ട് ഞാൻ ഇടാൻ യൂസ് ചെയ്തത്. അതിൽ കുങ്കുമം ബേസ് ലെയറിൽ പിഗ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത്, വേറെ കളറല്ല, ഈ ഒരു കളർ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ കിച്ചൺ വെയിങ് സ്കെയിൽ അത് വേണം നമുക്ക്, കാരണം മെഷർമെൻറ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ റെസിനിൽ ഒരിക്കലും അത് കറക്റ്റായിട്ട് സെറ്റാവില്ല. കണ്ടോ? ഗ്ലവ് മസ്റ്റായിട്ട് ഇടണം, മാസ്കും ഇടണം. ഡേഞ്ചർ ആയിട്ടുള്ള സാധനമായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിരൽ എവിടെയെന്ന് കൊണ്ട് ആലോചിക്കൂ. ഈ മാസ്ക് ഇടാൻ നേരത്തെ ഭയങ്കര കോമഡിയാണ്. നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും മാസ്ക് നോക്കാം. അപ്പോൾ റീയൂസബിൾ ആയിട്ടുള്ളതും അല്ലാണ്ട് വേറെ എന്തൊക്കെയോ തരത്തിലുണ്ട് കേട്ടോ. ഞാൻ ടൈപ്പ് ഇതൊക്കെ ഇടണം, മാസ്ക് ഇടണം. ഗ്ലൗവിൻ്റെ കാര്യമാണ് പറഞ്ഞത്, മാസ്ക് അതുപോലെ ഇടണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പറയുമ്പോൾ, ആ സർഫസിൽ എപ്പോഴും നമ്മൾ പേപ്പർ ഷീറ്റ് എന്തെങ്കിലും വിരിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ താഴെ മൊത്തം അലമ്പാവും. കാരണം ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ എവിടെയാണെങ്കിലും, തറയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാനായിട്ട്. അതുപോലെ നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അതിനുവേണ്ടി ഞാൻ കറക്റ്റായിട്ട് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് പോപ്സിക്കിൾ, നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിലിക്കൺ മെറ്റീരിയൽസ് കിട്ടും, അതായത് സിലിക്കണിൻ്റെ ഇത് കിട്ടും. അതുപോലെ അതിൻ്റെ തന്നെ സ്പൂണൊക്കെ കിട്ടും. അതൊക്കെയാണെങ്കിൽ നല്ലത് തന്നെയാണ് ചെയ്യാൻ. ഞാനിവിടെ ഡിസ്പോസിബിൾ ഗ്ലാസും അതുപോലെ ഈ ഒരു പോപ്സിക്കിളുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, സേഫായിട്ട് നല്ല വെൻറ്റിലേഷൻ, കറക്റ്റ് ജനലൊക്കെ തുറന്നിട്ടിട്ട് അല്ലെങ്കിൽ ഔട്ട്ഡോർ എവിടെയാണെങ്കിലും അങ്ങനെ ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞത് ഇതൊരു ടോക്സിക് ഫ്യൂംസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. ചില സമയം നമുക്ക് ഇതൊക്കെ അങ്ങനെ അടച്ചിട്ട് ഇടാൻ പാടില്ല. എപ്പോഴും നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ കോമ്പസ് ഒക്കെ എടുത്തിട്ട് അത് മറ്റേ മേലത്തെ ആ ഒരു ഇത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് റെസിനും തൊട്ട് ചെറിയ ബോട്ടിലുള്ളത് ഹാർഡനറും ആണ്. അപ്പോൾ അങ്ങനെ സർഫസ് ഞാൻ പറഞ്ഞില്ലേ, നിരപ്പായ രീതിയിലുള്ള സ്ഥലത്ത് വേണം ഇത് വെച്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് വെയിറ്റ് കൂടുതലും മറ്റേ സൈഡിലേക്ക് വെയിറ്റ് കുറവായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ. അല്ലെങ്കിൽ 4 കപ്പ്, ചിലവരൊക്കെ 4 കപ്പ് അങ്ങനെ വെച്ചിട്ട് അതിന് മേലെ വെച്ചിട്ടൊക്കെ ചെയ്യണവരുണ്ട്. കാരണം നമുക്കിത് കറക്റ്റായിട്ട് വരണം, അതാണ് നമ്മുടെ മെയിൻ എയിം. ഓക്കെ. അപ്പോൾ ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ് അതിന് മേലെ വെച്ചു, ആ ഒരു വെയിങ് സ്കെയിലിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് മെഷർമെൻറ്റ് എടുക്കേണ്ടത്. മെഷർമെൻറ്റ് എപ്പോഴും പക്കയായിരിക്കണം. കണ്ടോ, ഞാൻ തട്ടിക്കളഞ്ഞത് അറിയാതെ കൈ തട്ടിയിട്ട് ഹാർഡനർ പോയി. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ ചെയ്യണ സമയത്ത്. എല്ലാം തുറന്ന് അടുത്തൊന്നും വെക്കരുത്. പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം തട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് ആ തട്ടിപ്പോയ സ്ഥിതിക്ക് ഞാൻ അതിനിപ്പോൾ ക്ലീൻ ചെയ്ത് അടുത്ത ഷീറ്റൊക്കെ വിരിച്ച് പിന്നെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ഹാർഡനറാണ് പോയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഗ്ലൗവിലൊക്കെ ആയോ, അയ്യോ ഞാനിപ്പോൾ എന്താണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് മാക്സിമം നന്നായി ചെയ്യാൻ നോക്കുക. ഇതാ മോൾഡിൽ കുറച്ചായിരുന്നു, അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. അതൊക്കെ എല്ലാം മാറ്റി വെച്ചതിന് ശേഷം അടുത്ത ന്യൂസ് പേപ്പർ വിരിച്ച് ആ ഭാഗം ക്ലീനാക്കി വെച്ചു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ മാസ്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മാസ്കിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണെന്നറിയോ? മാസ്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ റെസ്പിറേറ്ററി മാസ്ക് കിട്ടും, അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യും, കെമിക്കൽ ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ മാസ്ക് കിട്ടും. അതൊക്കെയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ആരോഗ്യത്തിന്. കാരണം ഈ പൾമണറി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കണം, കാരണം ഇത് ഡേഞ്ചറാണ്. അത് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പം സർജിക്കൽ മാത്രം ഇട്ടത് കൊണ്ട് മതിയാവില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഞാൻ എൻ്റെ അറിവ് പറയുന്നത്, ഞാനത് ബ്രൗസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഗൂഗിളും ചാറ്റ് ജി പി ടി ഒക്കെ എടുത്ത് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കി അത് റെസിന് മാത്രം അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലായിക്കോളും എത്രത്തോളം ടോക്സിക് ആണെന്നുള്ളത്. അപ്പോൾ അതിന് നമ്മുടെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് വേണം എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും. കാരണം വർക്കൊക്കെ വർക്ക് തന്നെയാണ്, പക്ഷെ സേഫ്റ്റി നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ഞാൻ 2:1 റേഷ്യോയിലാണ് റെസിൻ എടുക്കുന്നത്. ഇതിപ്പോൾ റെസിനാണ്. അപ്പോൾ ഞാനൊരു 60 ml ആണ് റെസിൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് പകുതി 30 ml ആയിരിക്കും ഹാർഡനർ. അതാണ് നമ്മുടെ റേഷ്യോ. 2:1 നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ റേഷ്യോ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. വെയിങ് സ്കെയിലിൽ മെഷറൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ ഒഴിക്കുന്നുണ്ട്. സമാധാനമായിട്ട് ചെയ്താൽ മതി. നമുക്ക് ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എത്രത്തോളം പ്ലസൻ്റായിട്ട് സമാധാനത്തിൽ കാമായിട്ട് ചെയ്യണോ അത്രത്തോളം നല്ല റിസൾട്ട് വരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഇത്ര അങ്ങനെ ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്യാതിരിക്കുക. അതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ
ഒഴിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. ഹാർഡ്നർ ഞാൻ ഓൾറെഡി ഒഴിച്ചു കേട്ടോ, റെസിൻ ഹാർഡ്നർ ഒഴിച്ചിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് വന്നിട്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പേര് ഒരുപാട് മിസ്റ്റേക്സ് വരുത്തുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലാണ്. കാരണം നമ്മളിപ്പോൾ എനിക്കിതിൽ പിഗ്മെൻറ്റ് ആഡ് ചെയ്യണമല്ലോ, കളർ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ ഗ്ലൗ മാറ്റിയതാണ്. കാരണം ഞാൻ ആ മറ്റേ കുങ്കുമത്തിൻ്റെത് തുറക്കാനായിട്ട്, അപ്പോൾ കുങ്കുമത്തിൻ്റെ പിഗ്മെൻ്റ് എടുത്തിട്ട് ഈ റെസിനിൽ നമ്മൾ ചെറിയ രീതിക്ക് ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായ കളർ കൂടുതലായിരിക്കും. ലൈറ്റ് ആണെങ്കിൽ ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൈറ്റ് ആവും. അപ്പോൾ ശ്രദ്ധിച്ച് നമുക്ക് എത്രയാണോ കളർ ആവശ്യമുള്ളത് അതിനനുസരിച്ച് പിഗ്മെൻറ്റ് ഇടുക. അതിപ്പോൾ ഇതെല്ലാം ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യും. റെസിന് വേണ്ടിയിട്ടുള്ള പിഗ്മെൻറ്റ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ആയിട്ട് എല്ലാവരും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ റെസിൻ്റെ കുങ്കുമമാണ് കുറച്ച് തട്ടി കുറച്ച് ഇടുന്നുണ്ട്. ശേഷം നല്ല രീതിക്ക് ഇളക്കണ സമയത്ത് ബബിൾസ് ഫോം ആവാതിരിക്കാൻ പ്രത്യേകം നോക്കണം. ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിൽ, അതായത് ആ ഒരു ഇതിൽ കറക്റ്റായിട്ട് ആ ബബിൾസ് മേലിൽ കാണും. അതുപോലെ തന്നെ ഡസ്റ്റൊന്നും വീഴാതെ നോക്കണം. ഇതിപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരേ സൈഡിൽ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരു പ്രാവശ്യം ആ പോപ്സിക്കോള സ്റ്റിക്ക് പുറത്തെടുത്ത് പിന്നെ അടുത്ത പ്രാവശ്യം അതിനകത്ത് വെച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരു പ്രാവശ്യം അതിനകത്ത് സ്റ്റിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. കയ്യിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അങ്ങനെ വയ്ക്കുമ്പോൾ പിന്നെയും ബബിൾ ഫോം ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു 10-15 മിനിറ്റോളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. നമുക്കിപ്പോൾ ധൃതി പിടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും മിക്സ് ചെയ്യുക. നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ക്ലോക്ക് വൈസ് തന്നെയാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എടുത്ത് മാറ്റി ചെയ്യാണ്ടിരിക്കുക മാക്സിമം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഒരു കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ബബിൾസ് ഫോം ആവുന്നത് തനിയെ പൊട്ടിപ്പൊക്കോളും. അപ്പം കുറേ നേരം മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റായിക്കോളും. പിന്നെ നമുക്ക് മോൾഡിലേക്ക് ഡയറക്റ്റായിട്ട് യൂസ് ഇടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയാണ് തിരിച്ചു. അപ്പം നമ്മളിതാ പിന്നീട് ഗ്ലൗ തിരിച്ച് ഇട്ടിട്ട് പിന്നെ അടുത്ത പരിപാടി നോക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ആ മുകളിലെടുത്തിട്ട് സിറ്റ് ഔട്ടിലാണ് വെച്ചിട്ടായിരുന്നു. കാരണം നല്ല എയർ സർക്കുലേഷൻ നോക്കിയപ്പോൾ ഞാൻ അവിടെ കണ്ടത്. കാരണം നമ്മൾ റൂമിൽ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ സേഫായിട്ട് എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലാണ് മോൾഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ മാക്സിമം ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ മിസ്റ്റേക്കുകളൊക്കെ വരും. അപ്പോൾ ഈ മോൾഡിൽ ഒഴിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഡസ്റ്റൊക്കെ വീഴാൻ ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജനൽ തുറക്കണം എന്നാണല്ലോ പറയുക. വെന്റിലേഷൻ കറക്റ്റ് എയർ സർക്കുലേഷൻ വരണം എന്നൊക്കെയല്ലേ പറയുക. ആ വരുന്നത് കൊണ്ട് തന്നെ ഡസ്റ്റും ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ നമ്മൾ ഈ അടച്ച് വെക്കാതെ റെസിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഡസ്റ്റ് നന്നായി വീഴും. ഡസ്റ്റ് വീണ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ അതുപോലെ തന്നെ അതും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നല്ല കറക്റ്റായിട്ട് അടച്ച് വയ്ക്കാനൊക്കെ നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ ബബിൾസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബബിൾസ് ഇല്ലാതിരിക്കാൻ മാക്സിമം നോക്കണം. എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്യണം. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വരും. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകളൊക്കെ ഉള്ളത് തന്നെയാണ്. അതിപ്പോൾ ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ എല്ലാം വളരെ ബെറ്ററായിട്ട് ചെയ്യണം പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. ഏതൊരു കേസിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് പിന്നെ ആയിരിക്കും നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുക. അപ്പോൾ ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഗ്ലൗവിൽ മൊത്തം കുങ്കുമമാണ് കേട്ടോ. ആ കുങ്കുമത്തിൻ്റെയാണ് ചെറിയൊരു ഡ്രോപ്പ് വീണാൽ തന്നെ പൊടി വീണാൽ തന്നെ അതങ്ങനെ സ്പ്രെഡ് ആവുകയല്ലേ. അപ്പോൾ കുങ്കുമമാണ്. അപ്പോൾ ഞാനതിനടുത്ത് സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്നിട്ട് ആ മോൾഡ് വെച്ചിട്ട് അതിനകത്ത് ഞാനിതിപ്പോൾ ഒഴിക്കാൻ പോകുന്ന സമയത്ത് താഴ്ത്തിയിട്ടാണ് ഞാൻ ഒഴിക്കുക. ഓരോരുത്തർ പറയണ കേൾക്കാം. എനിക്ക് കറക്റ്റായിട്ട് ഒരുപാട് പൊക്കി വെച്ചാൽ ബബിൾ ഫോം ആവുന്നതാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ താഴ്ത്തിയിട്ട് അത് ഒഴിക്കണം. എൻ്റെ ഗ്ലൗ മൊത്തം കുങ്കുമമായി. ഓക്കെ, അപ്പം മെല്ലെ ഞാൻ അത് ഒഴിക്കുകയാണ്. ആ ബേസ് ലെയർ അങ്ങനെ ഒഴിക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളുടെ ഒരു മനസ്സിൽ എന്തൊക്കെയാണോ ഐഡിയ അതിനനുസരിച്ചൊക്കെ ചെയ്യാം. ഓക്കെ, അതിനകത്ത് വേണമെങ്കിൽ പകുതി ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് ബാക്കി പകുതി കളർ ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനത് ഒഴിക്കുന്നുണ്ട്. ബാക്കിയും കൂടെ ഞാൻ ഒഴിച്ചിട്ട് കറക്റ്റ് ലെവലാക്കിയിട്ട് വെക്കും. അതിന് കറക്റ്റായിട്ട് എല്ലാ സൈഡിലും എല്ലാ കോർണറിലും എല്ലാം വന്നോ എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഒഴിക്കുമ്പോൾ കറക്റ്റ് അങ്ങനെ പോകും. കറക്റ്റ് ഒരു ഫ്ലോയിൽ അങ്ങനെ അത് ഇറങ്ങിപ്പോവും. അപ്പം അടുത്തത് ബാക്കിയുള്ളതും കൂടെ അതിനകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം എല്ലാ കോർണറൊക്കെ ഫില്ല് ചെയ്ത് സെറ്റാക്കും. അതോടെ കഴിഞ്ഞു. ബേസ് ലെയറിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഇത് ഉണങ്ങിയിട്ടാണ് നമുക്ക് അടുത്ത വർക്കുള്ളൂ. ഇതിനകത്ത് വേറെ എന്തെങ്കിലും വെക്കണം, അറ്റാച്ച്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കണമെങ്കിൽ ഇത് ഉണങ്ങണം. അപ്പോൾ ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും.
ഓക്കെ, കറക്റ്റായിട്ട് മൂടി വെക്കണം, അല്ലെങ്കിൽ ഈ ഡസ്റ്റ് എല്ലാം വന്ന് ആകെ നമ്മുടെ വർക്ക് നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്തതെല്ലാം വേസ്റ്റ് ആവും. ഇതിലുള്ള മെയിൻ എഫേർട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും, അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഒഴിച്ചു അപ്പോൾ തനിയേ അവിടേക്ക് അങ്ങോട്ട് വരും, മേലെ നിന്ന് താഴോട്ട് ഇങ്ങനെ വരും അത്. ഓക്കെ, അത് കറക്റ്റായിട്ട് ഫില്ലായിക്കോളും. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ സ്റ്റിക്ക് വെച്ചിട്ട് ആവാത്ത സ്ഥലത്തേക്ക് ആക്കി കൊടുക്കണം. ആക്കി കൊടുത്തതിന് ശേഷം അങ്ങനെ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചാൽ പിന്നെ നമുക്ക് പണിയില്ല. അത് കഴിയുന്നത് വരെ, ഉണങ്ങുന്നത് വരെ നോക്കിയിരിക്കുക, ബാക്കിയൊക്കെ പിന്നീടല്ലേ.